ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറച്ചു മുമ്പ് ലൈവിൽ കണ്ടതാണ്. എപ്പിസോഡിലും അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കാണിച്ചിരുന്നു. അഭിലാഷ് ഓനിയിൽ ചർച്ച, സാബുവാനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ജിസേലിനെ ആര്യനെ പറ്റി സംസാരിക്കുന്നതാണ് എപ്പിസോഡിൽ കാണിച്ചത്. പക്ഷേ ഷാനവാസിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. ആര്യൻ നല്ലൊരു പ്ലെയറാണ്, അവൻ ജിസേലിന്റെ അടിമയാണ്, സാരിത്തുമ്പിലാണ് നടപ്പ്, അതുകൊണ്ട് അവൻ പോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ആര്യനെ അഭിലാഷ് നോമിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ജിസേലിന്റെ ആര്യന്റെയും ഫ്രണ്ട്ഷിപ്പ് ലവ് ട്രാക്ക് ആണെന്നാണ് ഇവന്മാരുടെ വിലയിരുത്തൽ. ആളുകൾക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും എന്നുള്ളൊരു ആശങ്കയും ഇവർക്കുണ്ട്. ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ചത്. അതിലും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യം അഭിലാഷ് പറഞ്ഞാണ്. രണ്ട് ഹിന്ദിക്കാർ ഇവിടെ വന്ന് കളിക്കുന്നതിലുള്ള അഭിലാഷിന്റെ അതൃപ്തി. ഹിന്ദിക്കാരെന്ന് ഉദ്ദേശിച്ചത് ആര്യനെയും ജിസേലിനെയാണ്. ലവ് ട്രാക്കിനെ പറ്റി പറഞ്ഞു, അടിമയാണെന്ന് പറഞ്ഞു, സാരിത്തുമ്പാണെന്ന് പറഞ്ഞു, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഹിന്ദിക്കാരെന്ന് നീ പറഞ്ഞു വെക്കുന്ന ഒരു വേർതിരിവുണ്ടല്ലോ, അത് ശരിയല്ലല്ലോ. ഈ ഹൗസിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞു വൻ ഡയലോഗ് അടിച്ച ആളല്ലേ അഭിലാഷ്. തുടക്കത്തിൽ അഭിലാഷ് ജിസേലിനോട് ഫാഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് മുംബൈയിൽ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ആൾക്കാണ് ഇപ്പൊ ഇവർ വെറും ഹിന്ദിക്കാരായി മാറിയത്. ഇതിനു മുമ്പ് അഭിലാഷിന്റെ വായിൽ നിന്ന് ഇതുപോലുള്ള വാക്കുകൾ വന്നിട്ടുണ്ട്. ജിസേൽ ഇന്ന് ഓപ്പൺ നോമിനേഷനിൽ അഭിലാഷിന്റെ പേര് പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കിയായിട്ടായിരിക്കും ആ ഒരു ചുരുക്കിൽ ഇപ്പൊ ഈ ഹിന്ദിക്കാരെ പറ്റി ഇവർ സംസാരിക്കുന്നത്. ഈ അഭിലാഷ് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. നൂറ ഇവനെ ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ പച്ചക്ക് തേച്ച് ഒട്ടിച്ചതല്ലേ. ഈ പണിപ്പുര ടാസ്കിൽ അഭിലാഷിന്റെ പേര് ആരും എടുക്കുന്നില്ല, ഫിസിക്കലി ഫിറ്റ് ആയവരെ മാത്രമാണ് എടുക്കുന്നു എന്നുള്ള ഒരു വേർതിരിവ് കാണിക്കുന്നു എന്നെല്ലാം പറഞ്ഞ ആളാണല്ലോ ഈ അഭിലാഷ്. എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള വേർതിരിവ് പുറത്തു വന്നില്ലേ? ഇവിടെ ഇപ്പൊ അടിമയാണ്, സാരിത്തുമ്പാണെന്നൊക്കെ പറഞ്ഞത് ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെ എടുക്കാം. പക്ഷെ ഇന്നത്തെ കാലമല്ലേ, ഇന്നത്തെ കാലത്ത് എന്ത് ഹിന്ദിക്കാർ ബ്രോ? നമ്മൾ അവരുടെ നാട്ടിൽ പോയി പണിയെടുക്കും, അവർ നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കും. അങ്ങനെയല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ഒനിയിലും ഈ ജിസേൽ ആര്യം പരിപാടി അത്ര വർക്കല്ല. തുടക്കത്തിലെ മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഉള്ളിൽ സ്വയം കിളവനാണെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ പുറത്ത് യോയോ കാണിച്ചു നടക്കുന്ന ഒരാളാണ് ഈ ഒനിയിൽ. കുറെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ കേൾക്കാൻ നല്ല രസമൊക്കെ ആയിരിക്കും. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ലോകപരിചയമുള്ള ആളാണെന്നൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരുടെ വാക്കുകളൊക്കെ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൂടാതെ അവരുടെ വോയിസ് ഒക്കെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അമ്മാവൻ തന്നെയാണ് ഈ ഒനിയിൽ. ഇയാൾക്കിപ്പോൾ ഷാനവാസ്, ജിഷിൻ ഇങ്ങനെയുള്ളവരെയൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇക്കൂട്ടത്തിൽ തന്നെ ഇവർ പറഞ്ഞാണ് പുറത്തായിരുന്നെങ്കിൽ ഷാനവാസിനെ അടിച്ചേനെന്ന്. ഇവരടിക്കാൻ വരുമ്പോൾ ഷാനവാസിന്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോകുമോ? അല്ലെങ്കിൽ ഇവന്മാര് തല്ലാൻ വരുന്നതുകൊണ്ട് ആളുകൾ ചുമ്മാ നോക്കിക്കോ? പുറത്തെല്ലാവരും ഇങ്ങനെയാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഇവർക്ക് ഗെയിം പോലും അറിയില്ലേ? ഷാനവാസിനെ അങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ലല്ലോ. അഭിലാഷിന്റെ ഒനിലിന്റെ ഒക്കെ കാര്യം എടുത്താൽ ഇവര് ഉള്ളിൽ വെറുപ്പ് കൊണ്ട് കിടക്കുന്നവരാണ്. ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നത്. പക്ഷെ ഇടയ്ക്ക് വായിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. ഈ ഒനിലും അഭിലാഷും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവന്മാര് ഭയങ്കര ബുദ്ധിമാന്മാരും ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നുമാണ്. ഈ അഭിലാഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവന് ലൈഫിൽ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന്. എങ്ങനെ ഉണ്ടാകും? ഈഗോയും കോംപ്ലക്സും സ്വയം പൊങ്ങിയും ബാക്ക് സ്റ്റാബിങ്ങും കുത്തിത്തിരിപ്പും ഈ പറഞ്ഞ പോലെയുള്ള വേർതിരിവും ഒക്കെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ആൾക്ക് എങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവും? ഇവിടെ വന്നിട്ടാണ് ഒരു ഫ്രണ്ടിനെ കിട്ടിയത് ഒനിയിൽ. കഴിഞ്ഞ സീസണിൽ സായിയും സിജോയൊക്കെ അവര് സ്വയം ബുദ്ധിമാന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് വൻ പ്ലാനിങ്ങുകളൊക്കെ നടത്തിയിരുന്നു. ഇപ്പൊ ഈ ഒനിയിലിന്റെ അഭിലാഷിന്റെ ഒക്കെ ചർച്ച കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. എനിവേ, ഇവരുടെ ഈ ഉള്ളിൽ വെറുപ്പ് വെച്ചിട്ടുള്ള ഈ ഗെയിം പ്രേക്ഷകർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നും ഇവരെവിടെ വരെ എത്തുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.